നമസ്കാരം, കേരള ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ പത്മകുമാർ, എന്നോടൊപ്പം ഉള്ളത് VKR മോഹൻ. ഞങ്ങൾ ഇന്ന് സംസാരിക്കുന്നത് ഒരു സാധാരണപ്പെട്ട മനുഷ്യനെക്കുറിച്ചാണ്. അതായത് നമ്മുടെ പാലക്കാട് ലക്കടിയിലുള്ള ഒരു ആളാണ്. അദ്ദേഹം ഒരു ലോട്ടറി കച്ചവടക്കാരനാണ്. സൈനുദ്ദീൻ എന്നാണ് പേര്. അദ്ദേഹത്തിൻ്റെ ഞങ്ങൾ പബ്ലിക് ഒപ്പീനിയൻ എടുക്കാനായിട്ട് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് സഞ്ചരിച്ചപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തെ കണ്ടുമുട്ടി. പാലക്കാട് ആര് ജയിക്കും എന്നുള്ള ചോദ്യമായിട്ട് തുടങ്ങിയതാണ്. പക്ഷേ ഞങ്ങളെ പിടിച്ചിരുത്തി ഒരു വലിയ ഇൻ്റർവ്യൂ പോലെയായി. ധാരാളം പ്രേക്ഷകരത് കണ്ടു, ധാരാളം ആൾക്കാർ കണ്ടു. അതിനുശേഷം മറുനാടനിലെ ഷാജൻ സാർ അത് കാണുകയുണ്ടായി. അദ്ദേഹം എന്നോട് അദ്ദേഹത്തിന് വേണ്ടി ഒരു ഇൻ്റർവ്യൂ എടുത്ത് കൊടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ അടുത്ത പ്രാവശ്യം ലക്കടിയിൽ പോയപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി ഒരു ഇൻ്റർവ്യൂ എടുത്തു കൊടുത്തു. അപ്പോൾ അത്രയ്ക്കും ഈ കാമ്പോടെ സംസാരിക്കുന്ന ഒരു സാധാരണപ്പെട്ട മനുഷ്യൻ. നമ്മളീ കാണുന്ന ആൾക്കാരെ പോലെയല്ല. അപ്പോൾ ആൾക്കാരെക്കുറിച്ച് സാറേ, അദ്ദേഹത്തെക്കുറിച്ച് സാറ് കണ്ടപ്പോൾ ഒന്ന് പറയാനുള്ളൊരു ആമുഖം പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. ഈ മനുഷ്യൻ്റെ വീഡിയോയ്ക്ക് കേരളത്തിൻ്റെ അസംബ്ലി തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ എന്തൊക്കെ പ്രത്യേകതകളുണ്ടെന്ന് കേട്ടപ്പോൾ തന്നെ നമുക്ക് തോന്നുകയാണ്. ആ പ്രത്യേകതകൾ ഏതെങ്കിലും കക്ഷിയുടെ പക്ഷം പിടിച്ചല്ല, ഏതെങ്കിലും സ്ഥാനാർത്ഥിയുടെ പക്ഷം പിടിച്ചല്ല, സ്വാഭാവികമായി ആ മനുഷ്യൻ്റെ മനസ്സിൽ നിന്നും വരുന്ന സത്യങ്ങളാണ്. ഇദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ കേട്ടതിന് ശേഷം ഇദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം ഏതാണ് എന്ന് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം. ഞങ്ങൾക്ക് പിടി കിട്ടിയിട്ടില്ല. അവസാനം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങളുടെ രാഷ്ട്രീയം എന്താണെന്ന് ചോദിക്കേണ്ടി വന്നു. അതിന് നമുക്ക് ആ വിഷയത്തിലേക്ക് കിടക്കാം. അദ്ദേഹത്തിൻ്റെ പേര് സൈനുദ്ദീൻ എന്നാണ്. ഒരു അക്കാഡമീഷ്യനല്ല, ഒരു ഫോറിൻ പോളിസിയോ എക്കണോമിക് എക്സ്പേർട്ടോ സോഷ്യോളജി എക്സ്പേർട്ടോ സൈക്കോളജി എക്സ്പേർട്ടോ അല്ല. 8ാം ക്ലാസ്സുകാരനാണ്. പക്ഷെ ഒന്ന് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നത് നെഹ്റുവിനേക്കാളും കൃഷ്ണമേനോനേക്കാളും ഒരുപക്ഷെ ഹെൻറി കിസ്സിഞ്ചറിനേക്കാളും അടിസ്ഥാന വിദേശ നയത്തിൻ്റെ ബാലപാഠങ്ങൾ, അതിൻ്റെ മന്ത്രതന്ത്രങ്ങൾ കരസ്ഥമാക്കിയ ആളാണ് ഈ സൈനുദ്ദീൻ. ഏതായാലും നമുക്ക് ഇതിനകത്തെ വിഷയത്തിലേക്ക് കിടക്കാം. ആദ്യം ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യം പാലക്കാട് ആര് ജയിക്കും എന്നുള്ളതാണ്. പാലക്കാട് LDF ജയിക്കോ, UDF ജയിക്കോ, BJP ജയിക്കോ? പാലക്കാട് വന്നിട്ട് UDF-നാണ് ചാൻസ്. മൊത്തത്തിൽ കേരളത്തിൽ LDF-നാണ് ചാൻസ്. LDF-നാണ് ഭരിക്കാനുള്ള ചാൻസ്. എങ്കിൽ കൂടെ പാലക്കാട് വന്നിട്ട് UDF-നാണ് ഇതുവരെ കിട്ടിയിരിക്കുന്നത്. ചാൻസും അങ്ങനെയാണ്. ശോഭാ സുരേന്ദ്രൻ BJP-യുടെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നുണ്ട്. 2ാം സ്ഥാനത്ത് വരും. വരും. അതിന് സംശയമൊന്നുമില്ല. എന്നാലും ഇവിടെ UDF. പിന്നെ കേരളത്തിൽ LDF തന്നെ വരുമെന്ന് പറയാൻ കാര്യം എന്തോ? എന്താ പറഞ്ഞാൽ UDF വന്നിട്ട് ഒന്നും നടക്കൂല, എല്ലാം മുരടിച്ച് കിടക്കുകയാണ്. അവർക്ക് ആ ഷർട്ട് മാത്രമേ ഉള്ളൂ, കീസിയിലൊന്നുമില്ല. പിന്നെ ആര് കൊടുക്കാനാണ്? അടിയൊന്നും തുടങ്ങൂല. പക്ഷെ ഭരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, പ്രയാസം ഉണ്ടാവും. പക്ഷേ UDF വന്നാൽ ആരായിരിക്കും മുഖ്യമന്ത്രി? VD സതീശനാണോ, രമേശ് ചെന്നിത്തലയാണോ, KC വേണുഗോപാലാണോ, മുരളീധരനാണോ, ആരായിരിക്കും? അയ്യോ, മുരളീധരൻ ഒരിക്കലും വരില്ല. മുരളീധരൻ ജയിക്കുന്ന കാര്യം സംശയമാണ്. UDF-കാരെ തോൽപ്പിക്കും. അന്ന് ആ തെറ്റിപ്പോയതിന് ശേഷം ജയിച്ചിട്ടില്ല. കരുണാകരനും കൂട്ടും കൂടെ പോയില്ലേ, മാർക്സിസ്റ്റ് പാർട്ടി ചേരി പോയില്ലേ. പിന്നെ വട്ടിയൂർക്കാവ് പിന്നെ അത് ജയിപ്പിച്ചാണ്. പറഞ്ഞ് തോറ്റ് അവസാനം കയ്യും കാലൊക്കെ പിടിച്ച് ജയിപ്പിച്ചതാണ്. അപ്പോൾ ഇതാണ് ഇദ്ദേഹത്തിന് പറയാനുള്ളത്. കാരണം ഒരു സാധാരണ ലോട്ടറി വിൽപ്പനക്കാരൻ, അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം പിടികിട്ടുന്നില്ല എന്ന് ഞാൻ ആദ്യം പറഞ്ഞത് തന്നെയാണ് ഇദ്ദേഹം വിൽക്കുന്നത്. കാരണം പിന്നെ പാലക്കാട് ആര് ജയിക്കും എന്ന് ചോദിക്കുമ്പോൾ അവിടെ കോൺഗ്രസ് ജയിക്കും എന്ന് പറയുന്നു. സംസ്ഥാനം ആര് ഭരിക്കും എന്ന് ചോദിക്കുമ്പോൾ അവിടെ CPM ഭരിക്കും എന്ന് പറയുന്നു. അവർക്ക് വണ്ടി ഓടിക്കാൻ പറ്റും, അവർ ആ സീറ്റിൽ ആരിരുന്നാലും അതുപോലെ കൃത്യമായി ഓടിക്കാൻ പറ്റില്ല എന്ന് അദ്ദേഹം പറയാം. അതപ്പോൾ അദ്ദേഹത്തിൻ്റെ 2 രാഷ്ട്രീയമായി. ഇനി അടുത്ത ഒരെണ്ണം കൂടെ നമുക്ക് ചർച്ച ചെയ്തിട്ട് നിങ്ങൾ വിഷയങ്ങളിലേക്ക് കടന്നു വരാം. അപ്പോൾ മറ്റുള്ളവർ ബാക്കിലിരുന്ന് വണ്ടി ഓട്ടിയാൽ ഓടൂല. എന്ത് തന്നെ ബാധ്യതകൾ ഉണ്ടെങ്കിലും ആ വണ്ടി ഓടിയും കൊണ്ടേയിരിക്കണം. പാലക്കാട്ടിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പോണ വണ്ടി കോഴിക്കോട് തന്നെയാണ് പോണ്, മാറിപ്പോണില്ല. കോൺഗ്രസ് അധികാരത്തിൽ വന്നിട്ട് ആര് വന്നിട്ട് ആ വണ്ടി എടുത്ത് ഓട്ടിയാലും ഫെയർ പാഴ്സുകളൊക്കെ കട്ടപ്പുറത്ത് ഒന്നും നടക്കൂല. അപ്പം 5 പരിപാടി അവർ വികസനം വർക്ക്. UDF അധികാരത്തിൽ വന്ന 5 കാര്യം വർക്ക്. ഈ 5 കാര്യത്തിലും 4 പോക്കാണ്. ഒന്ന് മാത്രം, എന്തിന് ഞങ്ങളുടെമാരുടെ കളവന്മാരെ പിടിക്കാൻ 3000 റുപ്യ ക്ഷേമ പെൻഷനാക്കിയിട്ടുണ്ട്. UDF അധികാരത്തിൽ വന്നാൽ അങ്ങനെയെങ്കിലും കുറച്ച് വോട്ട് കിട്ടുമല്ലോ ഓർത്ത് നോക്കുകയാണ്. എന്താ പറഞ്ഞാൽ പിണറായി വിജയൻ്റെ ആൾക്കാർക്ക് മാത്രമല്ല പെൻഷൻ കൊടുക്കുന്നത്, UDF-ലുള്ള അച്ഛനമ്മമാർക്ക് കൊടുക്കുന്നുണ്ട്, BJP-യിലുള്ള അച്ഛനമ്മമാർക്ക് കൊടുക്കുന്നുണ്ട്, ലീഗിലുള്ള അച്ഛനമ്മമാർക്ക് കൊടുക്കുന്നുണ്ട്. എതിർചേരിയിലുള്ള എല്ലാവർക്കും അച്ഛനമ്മമാർക്കും ഈ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നുണ്ട്. അയാളത് തുടർന്ന് കൊണ്ടുപോകണം. കയ്യിലുണ്ടായിട്ടല്ല,
ഒക്കെ റൊട്ടേഷൻ. അവിടുന്ന് വാങ്ങി അവിടെ കൊടുത്ത്, അവിടുന്ന് വാങ്ങി ഇവിടെ കൊടുത്ത്, അങ്ങനെ വണ്ടി ഓടുന്നുണ്ട്, ഓടിയും കൊണ്ടേയിരിക്കുന്നുണ്ട്, നിന്നിട്ടില്ല. നിർത്താൻ ഇവർ ഒരുപാട് ശ്രമിച്ചു, നിൽക്കണില്ല. എത്ര സമരങ്ങൾ നടത്തി, ഒരു സമരവും വിജയിച്ചിട്ടില്ല, വിജയിക്കൂല. ഇതാണ് അതിൻ്റെ ഇത്. അപ്പോൾ സീറ്റ് കുറച്ച് പോകുകയായിരിക്കും. 99 സീറ്റ് നിലവിലുണ്ട്. ഒരു സീറ്റ് വന്നിട്ട് അത് പാലയിൽ കളഞ്ഞു കുളിച്ചതാണ്. ഈ 99 സീറ്റ് ഏറിക്കഴിഞ്ഞൊരു 10 സീറ്റ് കമ്മിയാകുമായിരിക്കും, അല്ലാതെ ഭരണം നഷ്ടപ്പെടില്ല. കയ്യിലുണ്ടായിട്ടല്ല ഈ പെൻഷൻ കൊടുക്കുന്നത്, അവിടുന്ന് എടുത്ത് ഇവിടെ കൊടുക്കും, ഇവിടുന്ന് എടുത്ത് അവിടെ കൊടുക്കും, ഇങ്ങനെ ഒരു റൊട്ടേഷനിൽ പോവുകയാണെന്നാണ് പറയുന്നത്. സൈനുദ്ദീൻ എന്ന് പറഞ്ഞ ഈ മനുഷ്യൻ, ഞാൻ ആദ്യം പറഞ്ഞത്, അല്ല ആദ്യം എനിക്ക് ഇഷ്ടപ്പെട്ടത് വിദേശ നയത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റാണ്. അതിനെ അടുത്ത വരാൻ പോകുന്നത് ഇന്ത്യയുടെ ഫോറിൻ പോളിസി. ഇപ്പം സാമ്പത്തികമായ നയത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഇടതുപക്ഷ മുന്നണി ജയിക്കും, പാലക്കാട് കോൺഗ്രസ് ജയിക്കും, അല്ലെങ്കിൽ പിഷാരടി ജയിക്കുമെന്ന് സ്പഷ്ടമായിട്ട് പറയുന്നു. ഇപ്പുറത്ത് വന്നപ്പം കേരളത്തിൻ്റെ മൊത്തം കാര്യം മുഴുവൻ ഇടതുപക്ഷ മുന്നണി ജയിക്കും. അതിനെന്തുകൊണ്ട് ജയിക്കും എന്നുള്ള ചോദ്യം സ്വാഭാവികമായിട്ടുണ്ടായി. അദ്ദേഹം പറയുന്നു, ഇപ്പുറത്ത് ഭരിക്കാൻ ആളില്ല, ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അതാണ്. അപ്പുറത്ത് പിണറായി വിജയനെ എങ്ങനെയെങ്കിലും ഈ വണ്ടി ഓടിച്ചുകൊണ്ട് പോകും, ഒന്നും നടന്നില്ലെങ്കിലും വണ്ടി വെറുതെ ഓടിച്ചുകൊണ്ട് പോകും. ഇപ്പുറത്ത് സാധിക്കണമെന്നില്ല, പരസ്പരം തമ്മിത്തല്ല, വഴക്ക്, ഇങ്ങനെ നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്ന പോലെ UDFൻ്റെ കാര്യത്തിൽ അങ്ങനെയൊക്കെ സംഭവിച്ചേക്കാം, അതൊക്കെ പ്രതീക്ഷകളാണ്. പക്ഷെ ആ വിലയിരുത്തൽ ഇദ്ദേഹത്തിനുണ്ട്. UDFൻ്റെ കെട്ടുറപ്പിനെക്കുറിച്ചുള്ള സംശയം ഇദ്ദേഹം പങ്കുവയ്ക്കുകയാണ്. ആ സംശയം ഉള്ളത് കൊണ്ടാണ് ഈ ഭരണം, അടുത്ത ഭരണം എന്ന് പറയുന്നത് ചിലപ്പോൾ LDFന് കിട്ടിയേക്കാം എന്ന് പറയുന്നത്. അപ്പം ഇനി അടുത്തത് കേൾക്കുമ്പോഴാണ്, അടുത്തതാണ് വളരെ കൃത്യമായി കേൾക്കേണ്ട കാര്യം. കാരണം ഒരിക്കലും ഒരു മനുഷ്യനും ചിന്തിച്ചിട്ടില്ല എന്ന് സാറ് പറയുന്ന സംഭവമാണ്. മോദിയെ ഇഷ്ടമാണോ? മോദിയെ ഇഷ്ടമാണ്, നല്ല ഭരണാധികാരിയാണ്. അയാൾ ഉള്ളത് കൊണ്ടാണ് കുറേ തീവ്രവാദങ്ങൾ കമ്മിയാക്കി. പാകിസ്ഥാൻ പണ്ടേ പട്ടിണിയാണ്, എന്നിട്ട് അവർ ഹുങ്ക് വിടുന്നില്ല. ചുങ്കത്തിലിരിക്കുന്ന മൊണ്ടിനമാര് നാ എണീച്ചാലുണ്ടല്ലോ, എണീക്കാൻ പറ്റണ്ടേ, മൊണ്ടിയാണ്. അവർ ഇന്ത്യനോട് നല്ല സൗഹാർദ്ദമായിട്ട് കൂട്ടുണ്ടെങ്കിൽ പാകിസ്ഥാനെ വെല്ലാനും ഇവിടെ മറ്റൊരു രാജ്യമില്ല. പാകിസ്ഥാൻ ഇന്ത്യനോട് നല്ല നയതന്ത്ര ബന്ധങ്ങൾ, കലവറയില്ലാതെ ബന്ധമുണ്ടെങ്കിൽ, അന്ന് പിരിഞ്ഞ ഉടനെ തന്നെ, പാകിസ്ഥാനെ കീറി മുറിച്ച ഉടനെ തന്നെ എല്ലാ കാര്യത്തിലും ഇന്ത്യനോട് യോജിച്ച് പോവുകയാണെങ്കിൽ നമ്മുടെ ഏഷ്യൻ കൺട്രിയിൽ ഇന്ത്യ വിട്ട പാകിസ്ഥാൻ എന്നുള്ളൊരു ഗഡ്സ് അവർക്ക് കിട്ടും. അവർക്ക് ഇവിടെ ജോലി ചെയ്യാൻ മാത്രമല്ല, ഇവർ സമ്പന്നപരമായിട്ടും പ്രതിരോധപരമായിട്ടും മുൻപന്തിയിൽ പാകിസ്ഥാനും എത്തുമായിരുന്നു. പിന്നിലുണ്ടാവും. പക്ഷേ ഇവര് ഇന്ത്യനെ അടിക്കാൻ നോക്കി എന്ത് ചെയ്യാൻ പറ്റും? നുഴഞ്ഞുകയറ്റങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? നേരിട്ടിട്ടുമല്ല അടിക്കുന്നത്, പിന്നിൽ കൂടി അടിക്കുന്നത്. ഇന്ത്യക്കിപ്പോൾ പിന്നിൽ വരുന്നതും കൂടി മനസ്സിലാക്കാനുള്ള ത്രാണിയുണ്ട്. പടിപടിയായിട്ട് ഈ ദരിദ്ര നാടല്ല. ഇന്നിപ്പോൾ ആരിലേക്കോ കവിച്ചു വെട്ടി 3-ാം സ്ഥാനത്ത് എത്താൻ പോകും. 4-ാം സ്ഥാനമാണ് ഇപ്പോൾ. അമേരിക്ക വിരുട്ടുന്നവരൊക്കെ വിട്ടു കഴിഞ്ഞാൽ പിന്നെ ഇറ്റലിയും ഫ്രാൻസും ഒന്നും അല്ല, ഇന്ത്യയാണ്. അപ്പോൾ അത്രയും പ്രതിരോധ ശക്തി ഇദ്ദേഹത്തിന് പറയാനുള്ളത്. ഈ പാകിസ്ഥാനെ കീറി മുറിച്ച് രണ്ടാക്കിയപ്പോൾ പാകിസ്ഥാൻ ചെയ്യേണ്ടിയിരുന്നത് ഇന്ത്യയോട് ഒരു നല്ല കലവറയില്ലാത്ത നയതന്ത്ര ബന്ധം ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് ഇന്ത്യയോട് എപ്പോഴും ചേർന്ന് പോകാമായിരുന്നു. വേറൊരു രാജ്യമായാലും ഈ ഇന്ത്യയും പാകിസ്ഥാനുമായി നല്ല നയതന്ത്ര ബന്ധങ്ങൾ നിലനിർത്തി കൊണ്ടുപോയിരുന്നെങ്കിൽ അവർക്കുടെ ഇഷ്ടം, അവരുടെ ധാരാളമായിട്ടുള്ള ഗോതമ്പും ഒക്കെ വിറ്റഴിക്കാനുള്ള മാർക്കറ്റായിരുന്നു ഇന്ത്യ. അപ്പോൾ ആ മാർക്കറ്റ് എല്ലാം നഷ്ടപ്പെടുത്തി കളഞ്ഞു. അവർക്ക് തമ്മിൽ ഇത്ര ഈസി ആയിട്ട് അവർക്ക് അവരുടെ സാധനങ്ങളെ വിറ്റഴിക്കാൻ പറ്റുന്ന ഒരു മാർക്കറ്റ് ഉണ്ടായിരുന്നു. ഇതെല്ലാം കളഞ്ഞു. അവരെല്ലാം ആയുധത്തിന് പിന്നാലെ പോയി എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ മറുനാടൻ മലയാളിക്ക് വേണ്ടി ഞാൻ ചെയ്തപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഇവരെ ആയുധം വാരിക്കൂട്ടുകയാണ്. രാജ്യത്തെ ജനങ്ങൾ പട്ടിണി കിടക്കുമ്പോൾ ആയുധം വാരിക്കൂട്ടാൻ പാകിസ്ഥാൻ കോടികൾ ചെലവഴിക്കുകയാണ്. ഇതിന്റെ ആവശ്യം എന്താണ്? പാകിസ്ഥാനോട് എന്തിനാണ് ഇന്ത്യക്ക് ശത്രുത? അവിടെ കിടക്കൂ. പാകിസ്ഥാനോട് ഇന്ത്യക്ക് ശത്രുതയില്ല. അവരെന്തിനാണ് ഇങ്ങനെ ഇന്ത്യയോട് ഇങ്ങനെ ഒരു പുറകിൽ നിന്ന് അടിക്കുന്ന നിലപാടുമായി നിൽക്കുന്നത് എന്ന്. പിന്നെ അവസാനം അദ്ദേഹം മറുനാടൻ മലയാളിയിലെ അദ്ദേഹം അതിന് പറയുന്നുണ്ട്, പാകിസ്ഥാൻ സറണ്ടർ ചെയ്യണം. ഇപ്പോൾ ഇന്ത്യയുടെ മുന്നിൽ സറണ്ടർ ചെയ്യണം. ഇവിടുത്തെ തീവ്രവാദം ഇല്ലാതാക്കാൻ ഇന്ത്യയോട് ആവശ്യപ്പെടണം. ഇന്ത്യ അവിടുത്തെ തീവ്രവാദം അടിച്ചു നിരത്തി അതിനെ ജനാധിപത്യ
ജനാധിപത്യ രാജ്യമാക്കി കൊടുക്കും, അതിന് സറണ്ടർ ചെയ്യണമെന്നാണ് പറയുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ പാകിസ്ഥാൻ അത് ചെയ്യേണ്ടി വരും എന്നാണ് ഇയാൾ പറയുന്നത്. കാരണം അത് വലിയ രാജ്യതന്ത്രമല്ലേ സാറേ ഈ പറയുന്നത്? അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വിചിത്രം പോലും അല്ല, നേരെ ഫാക്റ്റാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യ പാകിസ്ഥാൻ ബന്ധത്തെക്കുറിച്ച് അദ്ദേഹം പറയും. ഇത് ഹെൻറി കിസിഞ്ചർ, വീണ്ടും നമ്മൾ അങ്ങനെയുള്ള പേരൊന്നുകൂടെ ആവർത്തിക്കുകയാണ്. കാരണം വിദേശ നയത്തിൽ ലോകത്തുണ്ടായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിദേശകാര്യങ്ങളിൽ സൂപ്പർ എക്സ്പേർട്ട് എന്ന് പറയാവുന്ന ഒരാളാണ് ഹെൻറി കിസിഞ്ചർ, അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറിയാണ്. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ പാകിസ്ഥാനെ വീണ്ടും രണ്ടായിട്ട് വെട്ടിമുറിച്ച് ബംഗ്ലാദേശ് എന്ന് പറഞ്ഞൊരു പുതിയ രാജ്യം ഉണ്ടാക്കുകയാണ്. അന്ന് ബംഗ്ലാദേശ് പിടിച്ചെടുത്തിട്ട് സ്വാതന്ത്ര്യത്തോടെ നിങ്ങൾ വേറെ രാജ്യമായി മാറിക്കോ, ഇൻഡിപെൻഡന്റ് രാജ്യമായിട്ട് മാറിക്കോളാം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ കസ്റ്റഡിയിൽ വെക്കാനല്ല ഇന്ത്യ നോക്കിയത്. മൂന്നാമതൊരു വിഭജിക്കാനല്ല നോക്കി. മൂന്നാമതൊരു ഇന്ത്യ, പാകിസ്ഥാൻ, ഇന്ത്യ, ബംഗ്ലാദേശ്, അങ്ങനെ ഒരു സിസ്റ്റമാണ് ഇന്ത്യ കൊണ്ടുവന്നത്. അപ്പോൾ ഉടനെ ഈ തീരുമാനം അറിഞ്ഞപ്പോൾ ഹെൻറി കിസിഞ്ചർ പറഞ്ഞ കമന്റാണ് ശരിക്കും പറഞ്ഞാൽ ഇദ്ദേഹം ഇപ്പോൾ പറയുന്നത്. 2 നേഷൻ തിയറി വാസ് എ ബ്ലണ്ടർ. ഇന്ത്യ വിഭജിച്ച് ഇന്ത്യയും പാകിസ്ഥാനുമായി തന്നെ ബ്ലണ്ടറായിരുന്നു. 3 നേഷൻ തിയറി, ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ഇത് 3ആയിട്ട് വിഭജിച്ചത് ഹിമാലയൻ ബ്ലണ്ടർ എന്നാണ് പറയുന്നത്. 2ആയിട്ട് വിഭജിച്ച് തന്നെ വേണ്ട. അതുകൊണ്ട് ഇപ്രാവശ്യം വിഭജിക്കുന്നതിന് പകരം ബംഗ്ലാദേശിനെയും കൂടെ ഇന്ത്യയോട് ചേർത്ത് നിർത്തി ഒരു രാജ്യമായിട്ട് മുമ്പോട്ട് പോകണമായിരുന്നു എന്നാണ് കിസിഞ്ചർ പറഞ്ഞത്. ആ കൂട്ടത്തിൽ ഇദ്ദേഹം പാകിസ്ഥാനെ കൂടെ കൂട്ടിച്ചേർക്കുന്നു. പാകിസ്ഥാനും ഇന്ത്യയും ബംഗ്ലാദേശും കൂടെ ഒരു രാജ്യമായിരുന്നെങ്കിൽ, അല്ലെ മറ്റു രീതിയിൽ ഭരണഘടന ഡിഫറൻസ് ഒക്കെ ഉണ്ടാകും, യോജിക്കാൻ പറ്റുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. ഫെഡറേഷൻ പോലെ ഇപ്പോൾ കേരളം ഇന്ത്യയായിട്ട് യോജിച്ച് ഭരിക്കുന്നു, കേരളം കർണാടകയായിട്ട് യോജിച്ച് ഭരിക്കുന്നു. അതുപോലെ ഒരു കോൺഫെഡറേഷൻ പോലെ ആയിരുന്നുവെങ്കിൽ കോടാനുകൂടിയല്ല, നമുക്ക് കണക്ക് കൂട്ടാവുന്നതിൻ്റെ അപ്പുറം കോടാനുകൂടി സമ്പത്ത് നമുക്കുണ്ടാകുമായിരുന്നു. UAE കാര്യം അറിയത്തില്ലേ, 5 രാജ്യങ്ങൾ ചേർന്നാണ് UAE. അപ്പോൾ അവരുടെ വളർച്ചയുടെ കാരണം അവർ അന്യോന്യം വൈരമില്ല, യുദ്ധമില്ല, അവർക്ക് യുദ്ധ സാമഗ്രികൾ വാങ്ങി കൂട്ടേണ്ട ആവശ്യമില്ല. അപ്പോൾ അവരെ ആക്രമിക്കാൻ ആരും വരില്ല, അവർക്ക് സ്വസ്ഥമായി സമാധാനമായി ഉറങ്ങാം. അതേപോലെ സാറിപ്പം പറഞ്ഞത് തന്നെ ഇന്ത്യയും പാകിസ്ഥാനും ബംഗ്ലാദേശും അതേപോലെ ഒരു നേഷനായിട്ട് നിന്നിരുന്നെങ്കിൽ ഇവർക്ക് ഈ ഇന്ത്യക്കും ഇത്രയധികം ഇത് വാരിക്കൂട്ടേണ്ട ആവശ്യമില്ലായിരുന്നു. ഇന്നാണ് ചൈന ഇത്ര ശക്തമായി നമുക്ക് എതിരാളിയായി വന്നിരിക്കുന്നത്. അതിനു മുമ്പ് പാകിസ്ഥാൻ വെറുതെ അവരുടെ സമാധാനവും അവർക്ക് സന്തോഷവും കെടുത്തി അവർ പട്ടിണിയിലേക്ക് പോയി, അവർ സാമ്പത്തികമായി തകർന്ന് തരിപ്പണമായി ഇരിക്കുമ്പോഴും അവർ ആയുധം വാങ്ങിക്കൂട്ടുന്ന ഒരു ചിന്ത അവരുടെ ഉണ്ടായിരിക്കുന്നു. അത് ഇവിടെ ഒരു ലോട്ടറി കച്ചവടക്കാരൻ അതിനെ വിശകലനം ചെയ്യുന്നത് ഈ രാജ്യത്തെ ജനങ്ങൾ അറിയുന്നുണ്ടോ, ഇന്ത്യയിലെ ആൾക്കാർ അറിയുന്നുണ്ടോ, പാകിസ്ഥാനിലെ ജനങ്ങൾ അറിയുന്നുണ്ടോ ശരിയായിട്ടും? ഇത്ര ബുദ്ധിപൂർവ്വം ഈ കാര്യങ്ങൾ നീക്കണം എന്ന് പറയുന്നത് ഇന്ത്യയുടെ മുന്നിൽ സറണ്ടർ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ മുന്നിലേക്ക് എല്ലാം സമർപ്പിക്കണം എന്നല്ല. ഞങ്ങൾ ഇനി നിങ്ങളോട് യുദ്ധത്തിനില്ല, നമുക്ക് കാര്യങ്ങൾ സംസാരിച്ചു പോകാം എന്ന് പറയുന്നിടത്ത് ഞങ്ങളുടെ രാജ്യത്തെ ജനാധിപത്യമാക്കി തരൂ, ഞങ്ങളുടെ നാട്ടിലെ തീവ്രവാദത്തിന്റെ വേരുകൾ അറുത്ത് കളയൂ, അതിന് നിങ്ങൾക്ക് സർവ്വസ്വാതന്ത്ര്യം തന്നിരിക്കുന്നു എന്ന് പറയുന്നതിൽ എന്താണ് തെറ്റ്? രാജ്യത്തെ ജനങ്ങളുടെ സമാധാനവും സന്തോഷവും ആഗ്രഹിക്കുന്നവർ അങ്ങനെ തന്നെ ചെയ്യും. ഇതാണ് ഈ മനുഷ്യന് പറയുന്നത്. ഏതായാലും നിങ്ങൾ തീർച്ചയായിട്ടും കേരളീയം ന്യൂസിന്റെ ഈ ഇന്റർവ്യൂ കാണുന്ന അതിനകത്ത് ഞങ്ങൾ കൊടുത്തിരിക്കുന്ന ഇന്റർവ്യൂ ഉണ്ട്. ആ ഇന്റർവ്യൂ നിങ്ങൾ കാണുന്നതോടൊപ്പം മറുനാടൻ മലയാളിയിൽ അദ്ദേഹം കൊടുത്തിരിക്കുന്ന ഇന്റർവ്യൂ ഉണ്ട്. അദ്ദേഹത്തിനോട് ഞങ്ങൾ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, മോദിക്ക് ശേഷം ആര് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ മോദിക്ക് ശേഷം ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി വരാതിരിക്കട്ടെ, അമിത്ഷാ വരാതിരിക്കട്ടെ, പിന്നെ ഒരു ഉരുപ്പടിയുണ്ട്, ഒരു 1.5 ഉരുപ്പടിയാണ്. ഞാൻ ചോദിച്ചത് ആരാണ്? രാജ്നാഥ് സിംഗ് എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഓരോരുത്തരെയും പഠിച്ചു വച്ചിരിക്കുന്നു. രാജ്യത്തെ മുന്നോട്ട് നയിക്കാൻ മതവെറി ഇല്ലാതെ കൊണ്ടുപോകാൻ ആർക്കൊക്കെ കഴിയും എന്നൊക്കെ അദ്ദേഹം കണ്ടുപിടിച്ചു വച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇത്ര ദീർഘദൃഷ്ടിയായി ഒരു മനുഷ്യൻ നിങ്ങളുടെ പാലക്കാട് ലക്കടിയിൽ ഇരുന്ന് ലോട്ടറി വിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. സാറേ, നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും പറയാനുണ്ടോ അദ്ദേഹത്തെ പറ്റിയിട്ട്? അദ്ദേഹത്തിൻ്റെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. അദ്ദേഹത്തിന് സ്വന്തമായി വീടില്ല. അദ്ദേഹത്തിന് അതൊരു മനപ്രയാസമാണ്. അദ്ദേഹം അത് ഷാജൻ സാറിനോട്, മറുനാടൻ മലയാളിയോട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം വേണ്ടത് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വിശ്വാസത്തിലിരിക്കുകയാണ് അദ്ദേഹം. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും സഹായിക്കാൻ കഴിയുമെങ്കിൽ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ട് നമ്പരും ഒക്കെ ഞങ്ങൾ താഴെ കൊടുക്കാം. തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, ആ ഇൻ്റർവ്യൂവിൻ്റെ വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടും. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ട ഒരു വീടൊരുക്കാൻ, ഒരു മുറിയെങ്കിലും ഉള്ള വീട് ഒരുക്കി കൊടുക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇദ്ദേഹത്തെ കാണാൻ പോകുന്ന, പാലക്കാട് വഴി കടന്നു പോകുന്നവർ ഇദ്ദേഹത്തെ കാണാൻ അവസരം കിട്ടിയാൽ കൂടുതലൊന്നും കൊടുത്തില്ലേ പോലും ഒരു ലോട്ടറി ടിക്കറ്റെങ്കിലും, ഒരു ബമ്പർ ടിക്കറ്റെങ്കിലും ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് എടുക്കാൻ തയ്യാറാകുക. അതുകൊണ്ട് ഈ മനുഷ്യൻ്റെ കാഴ്ചപ്പാട് നിങ്ങൾ നാളെ യൂണിവേഴ്സിറ്റി കോളേജിലെ ഏതെങ്കിലും നമ്മുടെ റഹീമിൻ്റെയൊക്കെ കൂട്ട് PhD പഠിച്ച ഒരു ഡോക്ടറേറ്റ് നേടിയവരെ കൊണ്ടു നിർത്തിയാൽ ഇതുപോലൊരു എക്സ്പ്ലനേഷൻ, സംഭവങ്ങൾക്ക്, വസ്തുതകൾക്ക് റിയലിസ്റ്റിക് ആയിട്ടൊരു എക്സ്പ്ലനേഷൻ പറയാൻ പല കോളേജ് പ്രൊഫസർമാർക്കും എക്സ്പേർട്ട് എന്ന് പറഞ്ഞ് നടക്കുന്നവർക്ക് സാധിക്കില്ല എന്ന് നമ്മുടെ അനുഭവത്തിൽ പഠിച്ചിരിക്കുന്നു. ഓക്കെ, അപ്പോൾ മറ്റൊരു ചർച്ചയും ഞങ്ങൾ വീണ്ടും കടന്നു വരും. അതുവരെ നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.